നമസ്കാരം. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഒരു അത്യുഗ്രൻ മിസൈൽ വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ അന്തിമഘട്ടത്തിൽ നിൽക്കുകയാണ്. മിസൈൽ എന്നൊക്കെ പറയുമ്പോൾ ഇന്നുവരെ നമ്മൾ കേട്ടതോ പറഞ്ഞതോ ഒന്നുമല്ല. നമ്മുടെ ആജന്മ ശത്രുവായ ചൈനയുടെ ഏത് മുക്കിലും മൂലയിലും വേണമെങ്കിലും തുളച്ചു കയറാവുന്ന ഒരു മിസൈൽ. ഒരുപക്ഷെ വേണ്ടി വന്നാൽ അമേരിക്ക വരെയും എത്തിപ്പെടാൻ കഴിവുള്ള ഒരു മിസൈലാണ് ഇത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ഇന്ന് വരെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും റേഞ്ച് കൂടിയ മിസൈലായിരിക്കും ഇത്. വേഗതയും തെറ്റില്ല, ശബ്ദത്തിൻ്റെ 6 ഇരട്ടി. ഇതിനെ അതിമാരകമാക്കുന്ന മറ്റൊരു ഘടകമെന്നുള്ളത് ലോകത്തിൽ ഇന്ന് വരെ ലഭ്യമായിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ അത്ര പെട്ടെന്ന് ഇവയെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. DRDOയുടെ പ്രോജക്റ്റ് ധ്വനിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഈ മിസൈലിൻ്റെ ഒരു പൂർണ്ണ മാതൃക ഇക്കഴിഞ്ഞ എയ്റോ ഇന്ത്യ ഷോയിൽ പ്രദർശിപ്പിച്ചിരുന്നു. 9 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയുമാണ് ഇതിനുള്ളത്. സാധാരണ ഒരു ഹൈപ്പർസോണിക് മിസൈലിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിൻ്റെ രൂപകൽപ്പന. രൂപം മാത്രമല്ല, ഇതിൻ്റെ പ്രവർത്തനവും വ്യത്യസ്തമാണ് താനും. ഇതൊരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളാണ്. ഫ്യൂസിലേജും ചിറകും ഒരേ പ്രതലത്തിലേക്ക് സംയോജിപ്പിച്ച ബ്ലെൻഡഡ് വിങ് ബോഡിയാണ് ഇതിനുള്ളത്. പരമ്പരാഗത മിസൈൽ ഡിസൈനുകളെ അപേക്ഷിച്ച് ഉയർന്ന കാര്യക്ഷമത ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളും ഹൈപ്പർസോണിക് മിസൈലും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മിസൈലായാലും ഗ്ലൈഡ് വെഹിക്കിളായാലും ഒരു റോക്കറ്റ് ബൂസ്റ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഇപ്രകാരത്തിൽ ലോഞ്ച് ചെയ്യപ്പെട്ട പരമ്പരാഗത ഹൈപ്പർസോണിക് മിസൈലുകൾ ഒരു എയർ ബ്രീത്തിങ് സ്ക്രാംജെറ്റ് എഞ്ചിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രൊപ്പൽഷൻ സാധ്യമാക്കുന്നത്. എന്നാൽ ഗ്ലൈഡ് വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു എഞ്ചിൻ ആവശ്യമില്ല. പകരം ലോഞ്ചിങ് സമയത്ത് ലഭ്യമായ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് അന്തരീക്ഷത്തിലൂടെ ഗ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 മിസൈലുകളുടെയും സഞ്ചാരപാത എന്നുള്ളത് ഭൗമാന്തരീക്ഷത്തിന് മുകളിൽ കൂടിയാണ്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ ലക്ഷ്യസ്ഥാനം എത്തുമ്പോഴേക്കും ഗുരുത്വാകർഷണം ഉപയോഗിച്ച് താഴേക്ക് പതിക്കുന്നു. പിന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്നുള്ളത് അത്യുഗ്രൻ ചടുലതയാണ്. അതായത് സഞ്ചാരത്തിലുടനീളം വളഞ്ഞും പുളഞ്ഞും കുത്തനെ ഉയർന്നും താഴ്ന്നുമൊക്കെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നതും. പരമ്പരാഗത ഹൈപ്പർസോണിക് മിസൈലുകളെ അപേക്ഷിച്ച് ചടുലത ഒരുപടി കൂടുതലാണെന്ന് സാരം. പിന്നെ മണിക്കൂറിൽ 6200 കിലോമീറ്റർ വേഗതയും. ഇതിൻ്റെ ഒരു ഡിസൈൻ പ്രത്യേകത കൊണ്ട് തന്നെ ഉയർന്ന ലിഫ്റ്റ് ടു ഡ്രാഗ് റേഷ്യോ ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ദൂരത്തേക്ക് കൂടുതൽ പേലോഡുകൾ വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. നമ്മൾ ഇതുവരെ വികസിപ്പിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ മിസൈൽ എന്ന് പറയുന്നത് അഗ്നി 5 ആയിരുന്നു. ഇതിൻ്റെ ഒരു ഡിക്ലെയർഡ് റേഞ്ച് എന്ന് പറയുന്നത് 5500 കിലോമീറ്റർ ആണ്. ഏതൊരു മിസൈലിൻ്റെയും ഡിക്ലെയർഡ് റേഞ്ചിനേക്കാൾ കൂടുതലായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ റേഞ്ച്. ചില അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് രാജ്യങ്ങൾ എപ്പോഴും അവരുടെ മിസൈലുകളുടെ ദൂരപരിധി കുറച്ചു കാണിക്കുന്നത്. ഏതായാലും നമ്മുടെ ധ്വനി മിസൈലിൻ്റെ ഡിക്ലെയർഡ് റേഞ്ച് എന്ന് പറയുന്നത് 6500-നും 10000 കിലോമീറ്ററിനും ഇടയിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഈ മിസൈൽ ഒരുപക്ഷെ അമേരിക്ക വരെ എത്തിയേക്കാമെന്ന്. പരമ്പരാഗത ആയുധങ്ങൾക്ക് പുറമെ ആണവ പോർമുനകൾ വഹിക്കാവുന്ന ഈ മിസൈലുകൾ കര, വായു, കടൽ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ വിക്ഷേപിക്കാവുന്നതാണ്. അതായത് ഇന്ത്യയുടെ 3 സേനകൾക്കും അനുയോജ്യമായിരിക്കുമെന്നർത്ഥം. ഈ മിസൈലിൻ്റെ വരവ് പാകിസ്ഥാന് ശക്തമായ ഒരു താക്കീതാണ്. കാരണം ചൈനയെ പോലും വെല്ലുവിളിക്കാൻ തക്കതായ മിസൈലുകളുള്ള രാജ്യമായ ഇന്ത്യയെ വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. കാരണം ചൈനയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പടക്കവും പൊട്ടാസും കൊണ്ടൊന്നും മുട്ടി നിൽക്കാൻ കഴിയില്ല. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച DRDOയ്ക്ക് അഭിനന്ദനങ്ങൾ. ജയ് ഹിന്ദ്.